ചെൽവീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോരുതേ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മളതിന് വേണ്ടി ഒരു 300 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. കഴുകി അരിഞ്ഞതാണിത്. നമുക്ക് വറുത്തെടുക്കാം. നമുക്കൊരു കഷ്ണം കായം ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. മൂത്ത് വരാറായല്ലോ കേട്ടോ. നമുക്കിനി കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഇത് മൂത്തിട്ടുണ്ട്. നമുക്കിനി കോരി മാറ്റാം. ഇത് ചൂടാറിയിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമുക്ക് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. ആ എണ്ണ നമുക്ക് കുറച്ചുണ്ടായി, അതിൻ്റെ കൂടെ കുറച്ചും കൂടെ ഒഴിച്ചിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മളൊരു 7 പച്ചമുളക് അരിഞ്ഞതാണ്. ഈ ഇഞ്ചി കറിയിൽ നമ്മൾ തേങ്ങ ചേർക്കുന്നില്ല. നമ്മൾ ഇഞ്ചി വറുക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ കുറച്ച് തേങ്ങയുടെ വറുത്തെടുക്കാറുണ്ട്. അപ്പോൾ ഈ ഇഞ്ചി കറിയിൽ നമുക്ക് തേങ്ങ വേണ്ട. അപ്പോൾ നമുക്ക് കുറേ ദിവസം കേടാവാണ്ടിരിക്കും തേങ്ങ ചേർക്കാണ്ടിരുന്നാൽ. പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മളൊരു 100 ഗ്രാം പുളി പിഴിഞ്ഞെടുത്തതാണ്. നമ്മൾ ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി നമുക്ക് ശരിക്കൊന്ന് ഒതുക്കിയെടുക്കാൻ പാടുള്ളൂ കേട്ടോ. ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശർക്കര നമ്മൾ ഉരുക്കി വെച്ചിരിക്കുക കേട്ടോ. അധികം വെള്ളം ഇല്ലാണ്ട് ഉരുക്കിയെടുക്കാം. ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. തേങ്ങ ചേർക്കാത്ത നമ്മുടെ ഇഞ്ചി കറി കണ്ടോ, അടിപൊളിയാണ്. നമ്മൾ ഇഞ്ചമ്പുളിയൊക്കെ ഇരിക്കുന്നില്ലേ, അതുപോലെ നല്ല ടേസ്റ്റായിട്ട് ഇരുന്നോളും. എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും, ഒരു കുഴപ്പമില്ലാണ്ട്. അപ്പോൾ ശർക്കരയും പുളിയൊക്കെ നന്നായിട്ട് നമ്മൾ ചേർത്തിട്ടില്ലേ. അപ്പോൾ അത് കാരണം ശർക്കര നമ്മളൊരു 250 ഗ്രാം ചേർത്തു, പുളി 100 ഗ്രാം ചേർത്തു, ഇഞ്ചി 300 ഗ്രാമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്കൊരു ഇത്തിരി എടുത്ത് നോക്കാം. അടിപൊളി ടേസ്റ്റ്. എല്ലാവരും ഇങ്ങനെ ഓണത്തിന് ഇങ്ങനത്തെ ഒരു ഇഞ്ചി കറി ഉണ്ടാക്കി നോക്കുക കേട്ടോ. കുറേ ദിവസം ഇരിക്കും, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ ബൈ.